നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ മഹാനടൻ നെടുമുടി വേണുവായിരുന്നു നമ്മോടൊപ്പം കഴിഞ്ഞയാഴ്ച JB ജംഗ്ഷനിൽ. അഭിനയദീപ്തി 4 പതിറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്ന നിറഞ്ഞ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ, ഇതിലേക്കൊക്കെ നമുക്ക് ഈ എപ്പിസോഡിൽ കടക്കാം. വേണ്ട, നമുക്ക് തന്നെ സ്വയം റീവൈൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചമ്മലം ആലോചിച്ച്. പക്ഷെ അതിന് വേണുചേട്ടന് അർഹതപ്പെട്ടതായിരുന്നു. അല്ല, അത് ഓരോ ഓരോ അവാർഡുകൾക്ക് അങ്ങനെ ഒരു പരാതി വേണുചേട്ടൻ ഒരിക്കലുമില്ല. ഡൽഹി പോകുമ്പോഴൊക്കെ അവിടെ ഈ ഭരണതലത്തിലൊക്കെ സ്വാധീനമുള്ള ഒരാൾ ഉണ്ട്, ഒരു സുഹൃത്താണ്. പല സിനിമക്കാരുടെ സുഹൃത്താണ്, പലരുടെയും സുഹൃത്താണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ചേട്ടാ എൻ്റെ കൂടെ 1-2 സ്ഥലത്തൊന്നും വരണം. എന്താ ഒരു പത്മശ്രീ നമുക്ക് ഇത്തവണ ഒപ്പിക്കണം. നമ്മൾ പത്മശ്രീ ഒപ്പിക്കാനോ? ചേട്ടാ അങ്ങനെയൊക്കെയാണ് ആൾക്കാർ ഇതൊക്കെ സംഘടിപ്പിക്കുന്നത്. ചേട്ടൻ ഒന്നും അറിയണ്ട, ചുമ്മാ വണ്ടി ഇരുന്നാൽ മതി, വന്ന് നിന്നാൽ മതി, ബാക്കി കഴിഞ്ഞോളെന്ന് പറഞ്ഞു. ഞാൻ ആ വഴിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ പത്മശ്രീ ആയാലും അവാർഡുകളായാലും ഇതൊക്കെ തന്നെയും നമ്മൾ സ്വയമേവാകുന്നൊരു വാക്കുണ്ടല്ലോ, നമ്മളെ അന്വേഷിച്ച് വരുന്നതാണ് ഏറ്റവും നല്ല പുരസ്കാരം. താങ്കൾക്കൊരു സ്വയമേ ഒരു ഉത്സാഹമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ? അല്ല, ഉത്സാഹം എന്നല്ല, ഉത്സാഹിക്കേണ്ടതല്ല, കിട്ടിയാന്നല്ല, ഉത്സാഹിച്ച് ഒരു സാധനം കിട്ടരുതെന്ന് എൻ്റെ അഭിപ്രായം. ഒരു സാധനം കിട്ടരുത്, അതിൻ്റെ സ്വാഭാവികതയിൽ വരട്ടെ. വേണുവിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സ്തുതിവചനങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും മികച്ച നടനായ ശിവാജി ഗണേശനാണ്. വേണുവുമൊത്തുള്ള ഒരു ആകാശയാത്രയിൽ ഒരിക്കൽ ഇടയ്ക്ക് നിന്ന് ഒരു ഇൻ്റർവ്യൂ സ്റ്റോപ്പുള്ള എയർപോർട്ടിൽ വെച്ച് ശിവാജി ഗണേശൻ കടന്നു വരികയും വേണുവിന് അദ്ദേഹത്തെ ചെന്ന് പരിചയപ്പെടണമെന്നുള്ളൊരു വല്ലാത്ത എന്താ പറയുക ഉദ്വേഗപൂർണമായ തിടുക്കമുണ്ടാവുകയും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ എത്ര നിരുത്സാഹപ്പെടുത്തിയിട്ടും അത് വകവയ്ക്കാതെ വേണു അദ്ദേഹത്തിൻ്റെ അടുത്ത് സ്വയം പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയും അങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ ഞാനൊരു ചെറിയ ആക്ടറാണ്, തിയേറ്ററിൽ നിന്നാണ് വരുന്നത്, സിനിമയിലും അഭിനയിക്കും, എൻ്റെ പേര് അർദ്ധ തമിഴിലും അർദ്ധ മലയാളത്തിലുമായിട്ടാണ് വേണു പറഞ്ഞത്. എൻ്റെ പേര് നെടുമുടി വേണു എന്ന് പറഞ്ഞപ്പോൾ ഈ ശിവാജി ഗണേശന് മാത്രം കഴിയുന്ന മുഖം ഇങ്ങനെ നേരെ പിടിക്കുമ്പോഴും കാതും കണ്ണും വേണമെങ്കിൽ അദ്ദേഹം 90 ഡിഗ്രി ഏത് വശത്തേക്കും ചലിപ്പിക്കും. അങ്ങനെ ആ കണ്ണുകൾ മാത്രം ഇടത്തോട്ട് 90 ഡിഗ്രി ചലിപ്പിച്ച ശേഷം വേണുവിൻ്റെ മുഖത്ത് നോക്കി അല്പം പോലും സൗമ്യമായൊരു പുഞ്ചിരി കൊണ്ട് മുഖത്തിൻ്റെ നിലവിലുള്ള സ്ഥിതത്തെ മാറ്റിമറിക്കാതെ അദ്ദേഹം പറഞ്ഞു, നീ നെടുമുടി വേണു കിടയാതെ, നീ കൊടുമുടി വേണു, ഞാൻ ഉന്നോട ഫാൻ, പോയി സീറ്റിലേക്കാണ്. അതിനേക്കാൾ വലിയൊരു കിരീടം ഒരു അഭിനയ ചക്രവർത്തിയുടെ കയ്യിൽ നിന്ന് ലഭിക്കാനില്ല. ഒരിക്കൽ ശിവാജി ഗണേശൻ്റെ വീട്ടിൽ വേണുവും ഞാനും മോഹൻലാലും അടങ്ങുന്ന ഒരു സംഘം ഒരു അതിഥികളായി ഒരു അത്താഴ വിരുന്നിന് ചെന്നു. പലതും പറയുന്ന കൂട്ടത്തിൽ ശിവാജി ഗണേശൻ പറഞ്ഞു, എൻ്റെ വീട്ടിലെ അഭിനേതാക്കൾക്കിടയിൽ, നമ്മൾ ഇവിടെ ഇത്രയും നടന്മാർക്കിടയിൽ, എൻ്റെ വീട്ടിലെ അംഗങ്ങൾക്കിടയിൽ ഒരു ആരാണ് കൂടുതൽ നല്ല നടൻ, ആരാണ് ഏറ്റവും കൂടുതൽ പ്രിയങ്കരനായ നടൻ എന്ന നിലയിൽ ഒരു വോട്ടെടുപ്പ് നടത്തിയാൽ ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുക നെടുമുടി വേണുവിനാണ്. അപ്പോൾ കൊതിയോടെ പ്രഭുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതാപത്തൻ ചോദിച്ചു, ഹൗ അബൌട്ട് പ്രഭു എന്ന് ചോദിച്ചു. അവൻ്റെ ഡെപ്പോസിറ്റ് പണം പോലും പോയിടുമെന്നാണ് പുള്ളി പറഞ്ഞത്. കാരണം അത്ര പോലും സ്വന്തം മകനോടുള്ള വാത്സല്യം നിലനിർത്തിക്കൊണ്ട് തന്നെ വേണുവിന് തനിക്ക് തുല്യമായ അഭിനയ സിദ്ധിയുടെ ആദരവ് പകുത്തു നൽകുന്നതിൽ കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് പോലും ശിവാജി ഗണേശൻ പ്രകടിപ്പിച്ചിട്ടുള്ള ആദരപൂർണമായ സമീപനം ഞാൻ ഓർക്കുന്നു. വേണുവിലെ നടനോട് കൂടുതൽ സത്യസന്ധത കാണിച്ചാൽ മലയാള സിനിമയ്ക്ക് മാത്രമല്ല അഭിനയധാരയ്ക്ക് തന്നെ ആഹ്ലാദപൂർവ്വം കാലത്തിൻ്റെ അതിരുകളോളം സൂക്ഷിക്കാൻ കഴിയുന്ന മാതൃകകൾ, പ്രകാശന ദൃഷ്ടാന്തങ്ങൾ വേണുവിൽ നിന്ന് ഇനിയും ലഭിക്കും. അതിലേക്കാവട്ടെ വേണുവിൻ്റെ സ്വാസ്ഥ്യം നഷ്ടപ്പെടുത്തുന്ന എല്ലാ ശ്രമവും എല്ലാ ചുവടുവയ്പ്പും എന്ന് വേണുവിലെ നടനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ആശംസിക്കുന്നു. ജോൺ പോൾ വിശദമായിട്ട് വേണുചേട്ടനെ ഒന്ന് അപഗ്രഥിച്ചു. അല്ല, അത് ജോൺ പോൾ ആണ് ഏറ്റവും കൂടുതൽ നല്ല, എനിക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ എഴുതിയിട്ടുള്ള ജോൺ പോളാണ്. പിന്നെ വളരെ ചാമരം മുതൽ ഇങ്ങോട്ടുള്ള പരിചയം, എൻ്റെ എല്ലാ ബലവും ബലഹീനതയും നടൻ എന്നുള്ള നിലയും തിരിച്ചറിയുന്ന ആളാണ്, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ 2 തരത്തിലും തിരിച്ചറിയാവുന്ന ആളാണ് ജോൺ പോൾ. ശിവാജി ഗണേശൻ എനിക്കൊന്ന് വേണുചേട്ടന് വേണ്ടി ഒരു അവാർഡ് നൽകാൻ രോഗശയിൽ നിന്നാണ് വന്നല്ലേ? അതെ, ഫിലിം ഫെയർ
ഫിലിം ഫെയർ അവാർഡ്. ഫിലിം ഫെയർ പിന്നെ ആദ്യം വരില്ല എന്ന് പറഞ്ഞു. അത് സംഘാടകരായിരുന്നു പറഞ്ഞു വരില്ല എന്ന് പറഞ്ഞു. എനിക്ക് വയ്യ. പിന്നെ ആർക്കാ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞു നെടുമുടി അപ്പടിന്ന് ഞാൻ പറയേ കൊടുമുടിയെ കൊടുമുടിയെ പറയേ അങ്ങനെ വന്നു. അത് ഞങ്ങൾ ഒന്നിച്ചാണ് ഇരുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞ് ഞാൻ ഉങ്ങൾക്കാക വന്നേ എന്ന് പറഞ്ഞു. അതായിരുന്നു ലാസ്റ്റ് ശിവാനന്ദൻ ലാസ്റ്റ് അപ്പിയറൻസ് അതായിരുന്നു. സ്റ്റേജിൽ വന്നു. ബുദ്ധിപക്ഷ ഒന്നും ഭാവിക്കുകയല്ല. അങ്ങനെ തന്നു, സമ്മാനം തന്നു, കെട്ടിപ്പിടിച്ചു. അപ്പം മൈക്ക് തന്നു എൻ്റെ കയ്യിൽ. കമൻറ്റ് പറയണമല്ലോ. അപ്പം ഞാൻ പ്രിപ്പയർഡ് അല്ല. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനവും. അപ്പോൾ ആളുകൾ ഇപ്പോൾ ഈ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആയതുകൊണ്ട് ആളുകളെല്ലാം എഴുന്നേറ്റ് നിന്ന് തെന്നിന്ത്യയിലെയും മറ്റേ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള താരങ്ങളുണ്ട്. അവരെല്ലാം എഴുന്നേറ്റ് നിന്നിട്ടാണ് ഇത് നമ്മളെ എതിരേൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ ആം റിസീവിങ് ദിസ് അവാർഡ് ആസ് ഏകലവ്യ ഫ്രം ദ്രോണാചാര്യ എന്ന് പറഞ്ഞു. അതാണ് എനിക്ക് അപ്പം തോന്നിയ ഒരു അവസാനത്തെ അപ്പിയറൻസ്. അവസാനത്തെ അപ്പിയറൻസ് ആയിരുന്നു. ശിവാജിയെ പോലെ തന്നെ വേണുചേട്ടനെ സ്നേഹിക്കുന്ന ആൾക്കാർ. എനിക്കൊന്ന് കമൽഹാസൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് താങ്കളെ തമിഴിന് കിട്ടണമായിരുന്നു കുറേ കൂടി. അതെൻ്റെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അല്ല, കാരണം മലയാളം തമിഴിന് കിട്ടിയിരുന്നെങ്കിൽ താങ്കളെ ഒരുപാട് കടഞ്ഞെടുക്കാമായിരുന്നു. കമൽഹാസൻ പറഞ്ഞത് നിങ്ങളിനി മലയാളത്തിൽ അഭിനയിച്ചിട്ടൊരു കാര്യമില്ല. നിങ്ങൾ എന്ത് കാണിച്ചാലും മലയാളിയെ വിസ്മയിപ്പിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്ത് കഴിഞ്ഞു. പുള്ളി പറയുന്നതാണ്. അതുകൊണ്ട് തമിഴിലേക്ക് വരിക. ഞാൻ നിങ്ങളുടെ സെക്രട്ടറി ആയിട്ടോ പി ആയിട്ടോ വർക്ക് ചെയ്യാം. ഇവിടെ വന്നാൽ നമുക്ക് ഒന്നു മുതൽ തുടങ്ങാം. യു വിൽ ഗെറ്റ് മോർ എക്സ്പോഷർ, യു വിൽ ഗെറ്റ് മോർ മണി എന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ ഏതാനും തമിഴ് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും വേണുചേട്ടൻ കംഫർട്ടബിൾ അവിടെ അല്ല. കംഫർട്ടബിൾ അല്ല. ഇത് പിന്നെ ഈ ശങ്കറിൻ്റെ സിനിമയിൽ അഭിനയിച്ചപ്പോൾ അവർ ഇന്ത്യൻ കാണണോ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് പോയിട്ട് എപ്പോഴും വിളിക്കും ഹീറോയിനുടെ അപ്പ, ഹീറോയുടെ മാമൻ. അങ്ങനെയുള്ള വേഷങ്ങൾ നമ്മൾക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും രസമുള്ള വേഷങ്ങൾ വരികയാണെങ്കിൽ ചെയ്യാം. എന്തെങ്കിലും ഒരു പുതുമ വേണം. അല്ലാതെ ഇതിപ്പോൾ ഇത് മലയാളത്തിലാണ് എന്നെ കാസ്റ്റ് ചെയ്തില്ല. ഒരു ഒരു CBI ഓഫീസറായിട്ടോ അല്ലെങ്കിൽ ഒരു പിന്നെ ഇങ്ങനൊരു ഒരു ഓഫീസറായിട്ട് എന്നെ ഒരിക്കലും കാസ്റ്റ് ചെയ്യും. കാരണം അതിന് നല്ല തടിയും പൊക്കമൊക്കെ വേണമെന്നാണ് വെപ്പ്. അപ്പോൾ ഇത് രസമുള്ള വേഷമായിരുന്നു. ഞാൻ മലയാളത്തിൽ ഒരു പുതുമ, അത് മാത്രം വലിയ പ്രോജക്റ്റാണ്. ഞാൻ മലയാളത്തിൽ ചെയ്യാത്ത വേഷമാണ്. പിന്നെ കമൽഹാസനായിരുന്നു ഏറ്റവും കൂടുതൽ നിർബന്ധം ഞാൻ വേണമെന്നുള്ളത്. ശങ്കർ വളരെ കൺവീനിയൻ്റ് ആയിരുന്നു. വരുന്നവരെല്ലാം വിളിച്ച് കാണിക്കും, പാരടാ എപ്പോഴും നടുപ്പത് പാരടാ എന്നൊക്കെ പറഞ്ഞ് ഇത് ഈ മോണിറ്റർ വന്നിട്ട് കാണിക്കും. അപ്പോൾ അതിലൊരു സീനിൽ രസമുള്ള സീൻ എന്ന് വെച്ചാൽ ഞാൻ ഇയാളെ അറസ്റ്റ് ചെയ്യും, കമൽഹാസനെ അറസ്റ്റ് ചെയ്യും. അന്ന് ശനിയാഴ്ചയാണ്. പിറ്റേ ദിവസം കോടതിയില്ല. പോലീസിൽ വിട്ടുകൊടുത്താൽ അവർ ഇയാളെ കണ്ടാലും മർദ്ദിക്കും. അപ്പോൾ ഇയാൾക്കൊരു ബഹുമാനമുണ്ട് അയാളോട്. അയാൾ ചെയ്യുന്നതൊക്കെ നല്ല കാര്യത്തിലാണെന്നുള്ളൊരു ബഹുമാനം ഈ ഓഫീസർക്കുണ്ട്. അപ്പോൾ അയാളെ കൊണ്ട് നേരെ കോടതി ഹാജരാക്കണം എന്നാണ് ഇയാളുടെ ആഗ്രഹം. അപ്പോൾ അയാൾ നേരെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ അവിടെ ചങ്ങല കെട്ടി അവിടെ ഇടും കമൽഹാസനെ. പറയും ഞാൻ അടുത്ത ദിവസം നിന്നെ കൊണ്ടുപോയി ഞാൻ കോടതിയിൽ ഹാജരാക്കും, താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞിട്ട് ഈ കൈ ഇങ്ങനെ കാണിക്കും. അപ്പം ഞാൻ കൈ കൊടുക്കണം. ഞാൻ പറയും കൈ വലിച്ചിട്ട് ഞാൻ പറയും വേണ്ട, உங்களுக்கு മർമ്മം എനിക്ക് തരികയെന്നല്ല, അത് വേണ്ട, ആ പരിപാടി വേണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു ഡയലോഗ് വേണ്ട, ഡയലോഗ് പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കർ ചോദിച്ചു ഡയലോഗ് പറയാൻ മേപ്പടി, ഡയലോഗിൽ കൺവേ പണ്ടാ ഞാൻ പറഞ്ഞു കൺവേ പണില്ല. കൈ നീട്ടിയിട്ട് ഈ പറഞ്ഞ പോലെ അവിടെ ക്ലാപ്പ് ചെയ്തവര്. അല്ല, അത് ഞാൻ പറഞ്ഞത് ഇത് നമ്മളിവിടെ അപ്പോൾ ശങ്കർ ചോദിക്കുന്നത് എപ്പിടി സാർ ഇപ്പടി നാച്ചുറൽ ആക്ട് പണ മുടിയും. ഞാൻ പറഞ്ഞത് ഇതിന് തമിഴിന് വേണ്ടി പ്രത്യേക നാച്ചുറൽ ആക്ടിങ് ഇല്ല നമുക്ക്. നമ്മളിവിടെ നാട്ടിൽ ചെയ്യുന്നത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അതെ, മലയാളത്തിൽ എത്രയോ പടങ്ങളിൽ ആ പടങ്ങൾ നമ്മൾ ചെയ്യുന്നതല്ല. അപ്പം പക്ഷേ ഒരു കാര്യമുള്ളത്, ഈ നായക നടന്മാരുടെ നിര കഴിഞ്ഞാൽ ഉള്ളൊരു വലിയ ഗ്രൂപ്പുണ്ടല്ലോ, ഇത് മറ്റ് ഭാഷകളിൽ വളരെ കുറവാണ്. പ്രിയദർശനൊക്കെ പറയും ഹിന്ദിയിലൊക്കെ ചെല്ലുമ്പോഴാണ് നിങ്ങളുടെ വില മനസ്സിലാകുന്നത്. അവിടെ ഹീറോസ് ഉണ്ട് ഒരുപാട് പേര്, പക്ഷേ മറ്റ് കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ആളുകൾ വളരെ കുറവാണ്. ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു എല്ലാ കാറ്റഗറിയിലും നമുക്കുണ്ട്, ഒരുപാട് ആളുണ്ട്. ആൾക്കാരുടെ ബാഹുല്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ നടന്മാരെ കുറിച്ചും നടികളെ കുറിച്ചൊക്കെ വലിയ ബഹുമാനമാണ് പുറത്തുള്ള ആൾക്ക്. മലയാള സിനിമയിൽ നിന്ന് വേണുചേട്ടൻ പോകാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ മണ്ണാണ് വേണുചേട്ടൻ്റെ ഏറ്റവും പ്രധാനമാണ്. ഇവിടുത്തെ ഒബ്സർവേഷൻ തമിഴിൽ കുറേ എക്സ്ട്രീമാണ്.
ഒരുപക്ഷെ ഈ മിതത്വമൊന്നും അവിടെ പാലിച്ചാൽ പോരാ. പോരാ കുറേയും കൂടി അവിടെ ചെന്നിറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു മാനേജ് വേണം, ഒരു മേക്കപ്പ് മാൻ വേണം, ഒരു ടച്ചപ്പ് ബോയ് വേണം, മറ്റേ ആ പാരഫർണിലൊക്കെ വേണം. ഇപ്പം ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മളെ അറിയാവുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം കമലഹാസൻ്റെയോ അല്ലെങ്കിൽ ശങ്കറിൻ്റെയോ അവിടെ പോകുമ്പോൾ ആ പ്രശ്നമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. മറ്റ് സെറ്റുകൾ പ്രശ്നമാണ്. മറ്റ് സെറ്റുകളിൽ പ്രശ്നമാണ്. നമ്മളെ വേണ്ടത്ര അറിഞ്ഞുകൂടാത്തവരുടെ പ്രശ്നമാണത്. വേണുചേട്ടൻ്റെ കരിയറിലെ പ്രധാനപ്പെട്ട പടങ്ങൾ എനിക്കൊന്ന് ഭരതം എനിക്ക് തോന്നുന്നു വലിയൊരു മാറ്റം വേണുചേട്ടനോടുള്ള ആൾക്കാരുടെ സമീപനത്തിൽ തന്നെ ഉണ്ടാക്കി. പക്ഷെ അതിൽ എന്ത് തീക്ഷ്ണമായിട്ടുള്ള ഭാവങ്ങളാണ്. സംഗീതത്തോടുള്ള വേണുചേട്ടൻ്റെ ഒരു സാമീപ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടുപ്പം എനിക്കൊന്ന് ഭരതം മാത്രമല്ല സർഗം എല്ലാ ആ സിനിമകളിലെല്ലാം ആ സംഗീതവാസന ഒന്ന് പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നെ വരുന്നൊരു പടമാണ് ഹിസ് ഹൈനസ് അബ്ദുള്ള. അവിടെയും താങ്കളുടെ സംഗീത പശ്ചാത്തലം താങ്കൾക്ക് ഒരു കരുത്താകുന്നു. ഒരു ചെറിയൊരു വിഷയം എനിക്കൊന്ന് ഈ ക്ലസ്റ്ററിലെ ഒരു പടങ്ങളെ പ്രതികരിച്ചുകൊണ്ട് ഹിസ് ഹൈനസ് അബ്ദുള്ള, അതെ, താങ്കൾ വീണ്ടും ദേശീയ പുരസ്കാരത്തിൻ്റെ നിറവിലേക്ക് പോയി. അതെ, അവിടെയും സപ്പോർട്ടിങ് ആക്ടർ അങ്ങ് പോകുന്നില്ല. സപ്പോർട്ടിങ് എന്ന് പറഞ്ഞാൽ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഹോൾ സിനിമയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതെ, അപ്പം അതൊരു സിനിമയെ തകർന്നു. ആ സിനിമയെ തകർന്നു. അതൊരു നല്ല പ്രയോഗമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ ഭാഗവതരന്മാരുടെ കാര്യം പറഞ്ഞത്, ഇപ്പം ഭരതത്തിലെ ഭാഗവതർ എന്ന് പറഞ്ഞാൽ അയാളൊരു പെർഫോമിങ് ആർട്ടിസ്റ്റാണ്. അതെ, സർഗത്തിലെ ഭാഗവതര് പഠിപ്പിക്കുന്ന ഇതൊരു ആസ്വാദകനാണ്. ഇതൊരു ആസ്വാദകനാണ്. അതെ. അപ്പം ഈ 3 പേരും പാടുന്ന ശൈലിക്ക് പാടുമ്പോൾ ഉള്ള ആംഗ്യവിക്ഷേപങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഒന്ന് മധുരിപു ഭഗവാൻ മാനസമുരളിയെ ചുംബിച്ചുണർത്തുന്നൊരാനന്ദ ലഹരിയിൽ ആന്തോളനം ദോളനം എന്ന് പറയുമ്പോൾ പഠിപ്പിക്കലാണ്. മറ്റേത് പെർഫോമൻസാണ്. കല്ലൂർ രാമദാസൻ പെർഫോമൻസാണ്, സ്റ്റേജിലെ പെർഫോമൻസാണ്. ഇത് ഈ പറഞ്ഞ പോലെ ആസ്വാദനം താളം പിടിച്ചു കൊടുക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും. അപ്പോൾ ഈ ഒരു സൂക്ഷ്മത്തിലുള്ള വ്യത്യാസം ഈ 3 പാട്ടുകാരിലും ഉണ്ടാവണം. ഇല്ലെങ്കിൽ 3 പാട്ടുകാർ ഒരുപോലെ ഇരിക്കും. അങ്ങനെ ഒരു ബോധം നേരത്തെ തന്നെ തീർച്ചയായിട്ടും ഇതിങ്ങനെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതെ, അതങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചില്ലെങ്കിൽ അങ്ങനെ വരുള്ളൂ. ആ, ഇപ്പോൾ സവിധത്തിലെ മ്യൂസിക് ഡയറക്ടറാണ്. മ്യൂസിക് ഡയറക്ടറാണ്. പുള്ളി കമ്പോസ് ചെയ്യുമ്പോഴും പുള്ളി പാടുന്നതിനും വേറൊരു രീതിയുണ്ട്. അത് വേറൊരു പാട്ടാണ്. അല്ലാതെ എല്ലാവരും ഒരുപോലെ അല്ല പാടുന്നത്. അത് ഒരു ക്യാരക്ടറിനെ സെൻസിബിൾ ആക്കണം. അതുപോലെ അവൻ്റെ ആവിഷ്കാരത്തിൽ അതിൻ്റെതായ അതിൻ്റെ ഒരു ചാതുര്യം വേണം. അത് തീർച്ചയായിട്ടും വേണം. ഇല്ലെങ്കിൽ എന്തറിയാമോ, ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാ പടത്തിലും ഒരുപോലെ ഇരിക്കും. നമ്മൾ മീശ മാറിയതുകൊണ്ടോ മുടി മാറി വെച്ചതുകൊണ്ടോ ഒന്നും ആളുടെ രൂപം മാറുന്നല്ലാതെ പെർഫോമൻസിൽ മാറ്റം ഉണ്ടാവില്ല. എല്ലാത്തിലും ഞാനായിരിക്കും മുമ്പ് നിൽക്കുന്നത്. എൻ്റെ ആഗ്രഹം നെടുമുടി വേണു എന്ന് പറയപ്പെടുന്ന ഒരാൾ ആ സിനിമയിൽ ഉണ്ടാവരുത്. കഥാപാത്രം അല്ലാതെ മറ്റയാളെ കാണരുത്. അതാ ഷോട്ട് ശ്രദ്ധിച്ചാൽ ഒറ്റ ഷോട്ടാണ്. ക്യാമറ ഇങ്ങനെ ഇരിക്കുക, വളരെ ലെങ്തി ഷോട്ടാണ്. അത് ഈ ആക്ടേഴ്സിനെ വിശ്വാസമുള്ള ഡയറക്ടർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വിട്ടുതിരിക്കുക, പിന്നെ കട്ട് ചെയ്ത് ഒരു ക്ലോസ് അവിടെ, ഒരു ക്ലോസ് ഇവിടെ, ഒരു സജഷൻ ഷോട്ട്, അങ്ങനെ കട്ട് ചെയ്ത് ഈ ഭാഷ പറഞ്ഞ തോരൻ അരിയുന്നത് പോലെ അരിഞ്ഞ് ആ സീൻ എടുക്കേണ്ടത്. പക്ഷെ ഇതിങ്ങനെ വെച്ചിരിക്കുകയാണ്. കാരണം ഇത് ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. നിങ്ങൾ എന്ത് വേണം ചെയ്തു, നിങ്ങൾ ചെയ്യുക. എനിക്കൊന്ന് സ്ക്രിപ്റ്റൊക്കെ അവിടെ തന്നെ പൂർത്തിയാക്കിയെന്ന് തോന്നുന്നു. സ്ക്രിപ്റ്റൊക്കെ അതൊക്കെ ഉണ്ട്. ആ പരിപാടിയൊക്കെ ഉണ്ട്. ചിത്രത്തില് ഉണ്ട്. ആ പരിപാടിയൊക്കെ ഉണ്ട്. തേന്മാവൻ കൊമ്പത്തുള്ള സിനിമയ്ക്കാണ് ഒരു പൂർണ്ണമായ സ്ക്രിപ്റ്റ് എഴുതിയിരുന്നത്. കണ്ടത് ബൈൻഡൊക്കെ ചെയ്ത്. അപ്പം നമ്മൾ അടുത്ത സീൻ എന്താ, ഡേ സ്ക്രിപ്റ്റ് എടുത്ത് കൊടുറേ എന്ന് വലിയ അഹങ്കാരത്തോടെ. സ്ക്രിപ്റ്റ് ഇല്ല. അപ്പൊ ഇവിടെ എടുത്തു തരാൻ പറഞ്ഞാൽ കൊടുക്കും. അല്ലാതെ പ്രിയതന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ അത് തുണ്ടുകടലാസുകൾ മാത്രമേ ഉള്ളൂ. അതെ, അത് ശരിയാണ്. ഈ ചിത്രത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്ന മറ്റൊരു കഥാപാത്രം. ഹായ് വേണു അങ്കിൾ. നമ്മൾ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ബട്ട് എപ്പോഴും ഐ ആം ഷുവർ എല്ലാവരും പറയും ചിത്രമാണ് നമ്മൾ തമ്മിൽ നല്ല ഒരു കെമിസ്ട്രിയും കൂടെ. ശരിക്കും ഒരു അങ്കിളും ഒരു നീസിൻ്റെ റിലേഷൻഷിപ്പ് ആ പടത്തിൽ നന്നായിട്ട് പ്രിയൻ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഐ എം ഷുവർ അങ്കിൾക്കും ആ സെയിം സീനാണ് ഓർമ്മയ്ക്ക് വരും. അത് ആ സ്റ്റെയറിൽ മുകളിൽ കയറുമ്പോൾ
സാരി വലിച്ചിട്ട് ആ സീൻ അത് നമ്മൾ ഒറ്റ ടേക്കിലല്ലേ ചെയ്തത്, ഒരു റിഹേഴ്സൽ ഇല്ലാത്ത. ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടർ എന്ന് പറയുമ്പോൾ വേണു അങ്കിളോட പേരും അതിലുണ്ട്. ആൻഡ് ഐ ആക്ടഡ് വിത്ത് യു. സോ അതിൻ്റെ പ്രിവിലേജും ഓണറും എനിക്ക് എപ്പോഴും ഉണ്ടാവും. സോ തംസ് അപ്പ് അങ്കിൾ. മറ്റൊരു പ്രധാനപ്പെട്ട ചിത്രം എനിക്കൊന്ന് ഇത് വേണുചേട്ടൻ്റെ എല്ലാ ഭാവങ്ങളും വന്നതാണ്. അതിനകത്ത് നർമ്മമുണ്ട്, ക്രോധമുണ്ട്, ദേഷ്യമുണ്ട്, കുശുമ്പുണ്ട്. കുശുമ്പൊക്കെ നന്നായിട്ട് വന്നതാണ്. ലാലുവായിട്ടൊരു കോമ്പിനേഷൻ 80കളിൽ തുടങ്ങിയതാണല്ലേ? അതെ. അത് ഓരോ സിനിമ കഴിയും തോറും അതിനെ വീണ്ടും തേച്ച് മേച്ച് കുറച്ചും കൂടി തിളക്കി. എന്താണ് ആ കെമിസ്ട്രി? അത് പിന്നെ ഒരു ഒരു മനസ്സുകൊണ്ടുള്ള ബന്ധം, പിന്നെ എന്താ വെച്ചാൽ പരസ്പരം ഒരു 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 റെസ്പെക്റ്റ് വേണം. അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ തമ്മിലൊരു ഒരു ബഹുമാനം വേണം. അതുണ്ട്. അതിലെനിക്ക് ലാലിനോട് ഇഷ്ടവും ബഹുമാനവും ഉണ്ട്, തിരിച്ചുമുണ്ട് അത് തന്നെ. അപ്പോൾ ആ നിലയ്ക്ക് തന്നെയല്ല ഈ കോമ്പിനേഷൻ ആളുകൾ പ്രതീക്ഷിക്കുന്നതാണെന്ന് നമുക്കറിയുകയും ചെയ്യാം. നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ പക്ഷേ ആ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മതായിരിക്കും. അപ്പം ആ നിലയ്ക്ക് വളരെ ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റുന്ന ഒരാളാണ്, ഒരു ആക്ടറാണ് ലാല്. ജഗതി ചേട്ടത് നേരത്തെ നിങ്ങൾ സംസാരിക്കും നമുക്ക് ഇവനെ എങ്ങനെയൊന്ന് പിടിച്ചാലോ എന്നുള്ളത്. അല്ല, അതൊക്കെ നമുക്ക് അതെന്തായാലും ഉണ്ടാവുമല്ലോ, അതെന്തായാലും ഉണ്ടാവും. അത് കാരണം അങ്ങനെ ഒരു ഡിസ്കഷൻ എന്തായാലും വേണം. ഞാൻ ഇന്നത് പറയുമ്പോൾ ഇന്ന ചെയ്യുമ്പോൾ നീ ഇന്ന് ചെയ്താൽ കൊള്ളാം, അങ്ങനെ ഒരു പരസ്പരം ഒരു ധാരണയുണ്ട്. ആ ഒരു ഫ്രീഡം കൊണ്ട് വേണിച്ചേട്ടൻ തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും അത് എല്ലാവരുമായിട്ടുണ്ട് കേട്ടോ. അത് ലാലുമായിട്ട് മാത്രമല്ല, എല്ലാവരുമായിട്ടുണ്ട്. ഇനി അപ്പുറത്ത് നിൽക്കുന്ന ആൾ പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ ക്ഷമാപൂർവ്വം അവിടെ നിന്ന് അയാളെ കൂടെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് ഒരു ലെവലിൽ എത്തിക്കാൻ ശ്രമിക്കും. അതിലൊരു ഒരു പരിധിവരെ സ്വാർത്ഥതയുണ്ട്. കാരണം അവിടെ നിൽക്കുന്ന ആൾ നന്നായാലും നമുക്ക് നന്നാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാർത്ഥത കൂടെ ഉണ്ട്. മണിയമ്പിള്ള പറഞ്ഞ പോലെ ചില സമയത്ത് നമുക്ക് അഭിനയം പുള്ളി പഠിപ്പിച്ചു തരും എന്നിടയ്ക്ക്. അല്ല, പഠിപ്പിക്കലല്ല അത്. അത് ഒരു അഭിപ്രായം. ഞാൻ പുതിയതായിട്ട് പയ്യനെ അഭിനയിക്കാൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ പെണ്ണ് അഭിനയിക്കാൻ വരുമ്പോൾ ഇങ്ങനെയൊക്കെ പഴയ ആൾക്കാരാണ്, എങ്ങനെയാണ് ഇങ്ങനെ കൂടെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആദ്യം അവൻ്റെ തോളിൽ കൈയിടും. കൈയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ കൂടെ ആക്കും. നമ്മൾ അവനിൽ ഒരാളാക്കും. ആക്കി അവന് ഭയമോ പേടിയോ കൊണ്ടൊക്കെ മാറ്റും. മാറ്റിയിട്ട് സാറിന് നമ്മളൊക്കെ ചെയ്ത പോലെ കാര്യമല്ലയോ, എത്ര വലിയ കാര്യം ചുമ്മാ നെഞ്ചത്തൊരു കല്ലിരിപ്പുണ്ടല്ലയോ ഉണ്ട്, അത് ആദ്യം എടുക്കുക, ഒരൊറ്റ ഏറിയ പുറത്തോട്ട് എന്നിട്ട് ശ്വാസം അതങ്ങ് വിടുക, എന്നിട്ട് അങ്ങ് ഫ്രീ ആകുക. എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. ഇങ്ങനെ പറഞ്ഞ് അവരെ കൂടെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടി ആണ് നമ്മൾ ചെയ്യാറുണ്ട്. അവരങ്ങനെ ആയില്ലേ നമ്മൾ പൊളിഞ്ഞു പോകും. അല്ല നമ്മൾ പൊളിഞ്ഞു പോകും. അവരുടെ ശ്വാസമാണ് നമ്മുടെ മുകളിൽ അടിക്കുന്നത്. തീർച്ചയായിട്ടും. വേണുചേട്ടാ, ഒരുപാട് സിനിമകളിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഒരു നടൻ്റെ അഭിനയം കണ്ട് അയാളെ നേരിട്ട് ചെന്ന് കണ്ട് അഭിനന്ദിക്കണമെന്ന് തോന്നി. അതാരാണെന്നോ? നെടുമുടി വേണു. എനിക്ക് ഒരുപാട് ബഹുമാനവും സ്നേഹവും ഉള്ള ഒരു വ്യക്തിയാണ് വേണു. ആദ്യം എൻ്റെ മകനായിരുന്നു, മകനായിട്ടാണ് അഭിനയിച്ചത്. സിനിമയുടെ പേര് ഓർമ്മയില്ല. സീമയായിരുന്നു നായിക, അത് മാത്രം അറിയാം. പിന്നെ തേന്മാവിൻ കൊമ്പത്ത് അതിൽ സഹോദരനാണ്. അത് അടി കൊടുക്കുന്ന സീനൊക്കെ ഉണ്ട്, കള്ളു കുടിച്ച് വന്നിട്ട്. പിന്നെ ഇതിലാ ഭർത്താവായി, കണ്ണ് കാണാൻ വയ്യാത്ത 2 ഭാര്യയും ഭർത്താവും. ഏത് വേഷം കെട്ടിയാലും അതായി മാറുന്നു. പ്രൗഢ ഗംഭീരമായ ഒരു ലുക്ക്. ഒരുപാട് പൊക്കം എന്തിനാ മനുഷ്യനെന്ന് തോന്നിപ്പോവും. അത് ആ നിപ്പിലും നടത്തയിലും സംസാരത്തിലും ഒക്കെ ആ ഒരു ആഢ്യത്വം ഉണ്ട് പുള്ളിക്ക്. തിലകൻ ചേട്ടന് ശേഷം എനിക്ക് ഒരു പറ്റിയ ജോഡി വേണുവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് അയവറക്കാരുണ്ട് പൊന്നമ്മ ചേച്ചി. അത് ഈ തകര ഷൂട്ടിംഗ് നടക്കുമ്പോൾ ലളിത ചേച്ചി എന്തൊക്കെ പറഞ്ഞു. ലളിത ചേച്ചി അത് ആരവത്തിൻ്റെ പ്രിവ്യൂ ഒറ്റ കണ്ടതാണ്, ആരവം റിലീസായിട്ടില്ല. ലളിത ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഒരാൾ കാണാൻ വന്നിരിക്കുന്നത് രാവിലെയാണ് എന്ന് പറഞ്ഞു. ഞാൻ പതുക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ സിനിമയുടെ ഭാഷ പറഞ്ഞ ബാക്ക് ലൈറ്റാണ്, കിഴക്കുന്നുള്ള പ്രകാശം ഇങ്ങനെ അടിക്കുകയാണ്. വെള്ള സാരിയെ കൊടുത്ത് ഈ മുടിയെ കഴിച്ചിട്ട് സാക്ഷാൽ കവിർ പൊന്നമ്മ ചേച്ചി ഇങ്ങനെ നിൽക്കുക. ഞാൻ വിശ്വസിച്ചില്ല, കാരണം സിനിമയെ കണ്ടുള്ള രൂപം എനിക്ക് നേരിട്ട് ജീവിതത്തിൽ കണ്ടില്ല ആരെ. ഞാൻ താങ്കളെ കാണാൻ വന്നതാണ്, ഞാൻ താങ്കളുടെ സിനിമ കണ്ടു, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാളെ കാണാൻ വരുന്നതെന്നൊക്കെ അന്ന് പറഞ്ഞു.
അപ്പം ഞാൻ ഒന്നും മിണ്ടില്ല, ഞാനൊന്നും മിണ്ടാൻ വയ്യാതായിപ്പോയി എനിക്ക്. അതിങ്ങനെ അസ്തപ്രജ്ഞനായിട്ട് നിന്നുപോയി. പിന്നെ എത്രയോ സിനിമകൾ ഞങ്ങൾ ഒന്നിച്ച് പറഞ്ഞ പോലെ ഭർത്താവായിട്ടും പിന്നെ സഹോദരനായിട്ടും അമ്മയായിട്ടും മകനായിട്ടും ഒക്കെ അഭിനയിച്ചു. എനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ മനസ്സിലുള്ള ആ എന്താ പറയുക, ആ ഓർമ്മകളാണ് എനിക്ക് തോന്നുന്നു വേണുചേട്ടൻ എന്നുള്ള നടനെ കൂടുതൽ മിഴിവും മികവും പകരുന്നത്. അതിനിടയിൽ ഹിസ് ഹൈനസ് അബ്ദുള്ള വന്നപ്പോൾ നമ്മൾ വിട്ടുപോയൊരു സംഭവമുണ്ട്. ആ റോള് എനിക്ക് വേണ്ടി വച്ചതാണ്, അവൻ തട്ടിയെടുത്തുകൊണ്ട് പോയതാണ് അല്ല അത് ചേട്ടൻ. അതെ, അത് ഒരു കാര്യമില്ല എന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം. അനാവശ്യ വിവാദമായിരുന്നു. പിന്നെ അനാവശ്യം, കാരണം വെച്ചാൽ അത് പിന്നെ അനാരോഗ്യം, പിന്നെ അവസരങ്ങൾ കുറഞ്ഞു, അതെ, പിന്നെ വല്ലാത്തൊരു മുൻചുണ്ടി രോഷം, അനാരോഗ്യമാണ് പ്രധാന കാരണം. അപ്പോൾ ഈ പിന്നെ സാങ്കല്പിക ശത്രുത അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. രാത്രി കിടന്നുറങ്ങുമ്പോൾ ടോർച്ച് എടുത്തിട്ട് ആരാത് പിന്നെ ടോർച്ച് വെച്ചു. അപ്പോൾ എല്ലാവരും തന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അങ്ങനൊക്കെ തോന്നലുണ്ടാവാം. പിന്നെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്, ഇപ്പം കേറ്റാൻ ജഗതിയെ കയറ്റ ആൾക്കാരാ. എന്തൊക്കെ ഒന്ന് പറയും, ഞാൻ നല്ലോണം കയറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പറഞ്ഞിട്ട് എന്തൊക്കെ ഒന്ന് പറയും. ഇത് എന്ത് പറഞ്ഞാലും പുള്ളി ഓഹോ അങ്ങനെ പറഞ്ഞോ, കാത്തിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഈ ദൈവം തമ്പുരാൻ്റെ കളിയുണ്ട്, രണ്ടുപേരെ വെക്കും എപ്പോഴും, മമ്മൂട്ടി മോഹൻലാൽ, സത്യം പ്രേംനസീർ, യേശുദാസ് ജയചന്ദ്രൻ, EMS കരുണാകരൻ, ഇങ്ങനെ എവിടെ നോക്കിയാലും രണ്ടുപേരെ ഇങ്ങനെ പുള്ളി ഇങ്ങനെ വെക്കും. അതുപോലെ മൂപ്പർ നോക്കുമ്പോൾ നിങ്ങൾ ഞാൻ ഇപ്പുറത്തെ പിന്നെ അവിടെ ഒരു ജാതിയും കൊടുത്തു, മതവും എല്ലാം കൊടുത്ത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള നായർ ലോബിയുടെ വ്യക്താവ്. ഞാനൊരു സിനിമ ചെയ്തപ്പോൾ, പൂരം സിനിമ ചെയ്തപ്പോൾ അതിലെ സെൻട്രൽ ക്യാരക്ടർ ചെയ്തത് തിളഞ്ഞണ്ണാണ്. പിന്നെ അബ്ദുള്ളയ്ക്ക് ശേഷം എത്രയോ സിനിമകൾ ഞങ്ങൾ ചെയ്തു, ഒന്നിച്ച് എത്രയോ സിനിമകൾ ചെയ്തു. വേണുചേട്ടൻ്റെ ആദ്യത്തെ സംവിധാന സബരി അതാണല്ലോ. അതാണ് ഒരുപക്ഷെ പല നടന്മാരിലേക്ക് നമ്മൾ കടന്നു വന്നു, പക്ഷേ വരേണ്ട മറ്റൊരു നടനുണ്ട്. വേണുചേട്ടൻ്റെ ആ പിന്നെ എന്താ പറയണ്ടേ, ശ്വാസത്തിലെ ആ തടസ്സവും ആ കുറുകലും ഒരു കപക്കെട്ട്. അതെ, നേരത്തെ ഇന്ത്യൻ്റെ കാര്യം പറഞ്ഞ പോലെയാ. ഇങ്ങനത്തെ വേഷത്തിൽ സാറിക്ക് എന്നെ കൺസിഡർ ചെയ്യത്തില്ല, അങ്ങനെ നമ്മള് താരിപ്പനുസരിച്ച് അങ്ങനെയാണ്. ഇപ്പം രാജൻ പി ദേവനെയോ അല്ലെങ്കിൽ ജഗദീഷ് ശ്രീകുമാറിനെയോ ഒക്കെ വേണമെങ്കിൽ അങ്ങനെ ആലോചിക്കാം. പക്ഷേ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയൊരു, എനിക്ക് മാത്രമല്ല കണ്ടവർക്കും തോന്നിയൊരു വേഷമാണ് ഈ ഡെൻവർ ആശാൻ. രസമായിട്ട് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും സംഭവം നിങ്ങളുടെ ആ ശ്വാസം വലിയും ആ കപക്കെട്ടും അതൊക്കെ ഒറിജിനൽ കപക്കെട്ട് പോലെ. അതിനുവേണ്ടി വല്ല പനിയും പിടിപ്പിച്ചോ? ഒന്നുമില്ല, അതൊക്കെ ഡബ്ബിങ്ങിലുള്ള ചില ഏർപ്പാടുകളാണ്. അതെ, പക്ഷെ അതൊക്കെ വളരെ സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ നമ്മുടെ നാട്ടിൻപുറത്തുണ്ടായിരുന്നു. ഉണ്ട്. ഒന്ന് മട്ടാഞ്ചേരിയിലായിരുന്നു ഷൂട്ടിങ്. അവിടുത്തെ ആൾക്കാർ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് നല്ല സുപരിചിതമാണ് ഇങ്ങനൊരു കഥാപാത്രം. കോൺട്രാസ്റ്റ് ആയിരുന്നു മമ്മൂട്ടിയും വേണുചേട്ടൻ. അതെ, അദ്ദേഹത്തിൻ്റെ ഒരു വേറൊരു തരത്തിലുള്ളൊരു ആകാരവും അതിൻ്റെ രൂപത്തിൽ. ആ കംഫർട്ട് മമ്മൂട്ടിയായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം പിന്നെ ഒന്നാമത് ഞങ്ങൾ നല്ല കുട്ടിക്കാലം മുതലേ, സിനിമയിൽ വന്ന കാലം മുതലേ ഞങ്ങൾ ഒന്നിച്ചാണ് താമസം മദ്രാസിൽ. അപ്പം അന്നുള്ള ഏറ്റവും വലിയ സങ്കടം, മമ്മൂട്ടിയുടെ സങ്കടം എന്താ വെച്ചാൽ എന്നെ നല്ല സിനിമകൾക്കൊന്നും വിളിക്കുന്നില്ല, ആരും എന്നെ വിളിക്കുന്നില്ല. അപ്പം അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചാൽ, ഈ ഒരു നടന് വേണ്ട ഏറ്റവും വലിയ സൗഭാഗ്യം ആകാരം, ശബ്ദം, പിന്നെ അഭിനയിക്കാനുള്ള വാസന, ഓഫ് കോഴ്സ് അത് വേണം. പിന്നെ ഈ ചുറ്റുപാടുകളെ തിരിച്ചറിയാനുള്ളൊരു മിടുക്ക്, ഇതെല്ലാം ദൈവം സഹായിച്ച് താങ്കൾക്കുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും മനസ്സ് തളരേണ്ട കാര്യമില്ല. ദാറ്റ് വിൽ കം ടു യു. ഒരു ദിവസം വരും ഉറപ്പായിട്ടും. ഞാൻ അടിച്ചുറപ്പിച്ച് പറഞ്ഞിട്ടുള്ള ഇതേതാണ് പടം? ഞങ്ങളുടെ ഒന്നിച്ച് താമസിക്കുന്ന കാലത്തെ പടമാണ്. അപൂർവമായ പടങ്ങൾ. അപൂർവ പടങ്ങളുണ്ട്. ഇതാരാ, ഏത് വിദ്വാരം എടുത്തത്? എടുത്താരാന്ന് എനിക്ക് ഓർമ്മയില്ല. അന്ന് മീശ മേടിച്ചാണ് എടുത്ത് കളഞ്ഞത്. അത് മീശ എടുത്തും മീശ വെച്ചും താടി വെച്ചും താടി ഇല്ലാതെ നമ്മുടെ പല പരീക്ഷകളും ഇതിന്റെ മുകളിൽ. അതെ, മാപ്പട ഒരു മോഹലേ ഉള്ളൂ. അങ്ങനെ പല വേഷങ്ങളും ചെയ്ത് നോക്കിയിട്ട് അച്ഛനും മകനും ഒപ്പം. മേടിച്ചേട്ടാ, ഇത് പറഞ്ഞ പോലെ തലമുറകളിലേക്ക് താങ്കൾ ഇങ്ങനെ പടർന്നു പോവുകയാണ്. നമ്മൾ അതിനെപ്പറ്റി കോൺഷ്യസ് ആകുമ്പോഴാണ് പ്രശ്നം. മമ്മൂട്ടിയെ വിളിച്ച് പറഞ്ഞു, പിന്നെ ദുൽഖറുമായിട്ട് അഭിനയിച്ച ദിവസം ഞാൻ പറഞ്ഞു, ഞാനിന്ന് സുവർണലിപികളിൽ എൻ്റെ ഡയറിക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതൊരു വലിയ അനുഭവമായിരുന്നു. അല്ല, ദുൽഖറുടെ അഭിനയിക്കുന്നതും ആ സിനിമയിലെ കഥാപാത്രവും ഒക്കെ വളരെ രസമുള്ളതായിരുന്നു. അതുപോലെ ശ്രീനിവാസൻ്റെ മകനും പിന്നെ ബാലങ്കേ നായരുടെ മകനും, കൊട്ടാരക്കരച്ചേട്ടൻ്റെ മകനും, ഭരത് ഗോപിയും ഗോപിച്ചേട്ടൻ്റെ മകനും,
ഇങ്ങനെ ഒരുപാട് തലമുറകളുമായിട്ട് കരമനച്ചേട്ടനും മകനും സുഹൃത്ത് കരമനയും ഇങ്ങനെ രസമുള്ള വലിയൊരു എന്താ പറയുക ഒരു സൗഭാഗ്യമാണ്. അതെ എന്ന് തന്നെ വിചാരിക്കണം. വേണുചേട്ടൻ അതായത് അച്ഛൻ്റെയും മകൻ്റെയും ഒപ്പം അഭിനയിക്കുന്നു. ഈ രണ്ടുപേരെ മനസ്സിലാക്കിയ ഒരാളാണ്. കാരണം ഇതിൻ്റെ ഒരു ജീനാണല്ലോ അവിടെ കിടന്ന് കളിക്കുന്നത്. അതെ, അതിൻ്റെ ഒരു വ്യത്യാസം അതൊക്കെ നോക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രത്യേകത. ഒരാളെ ഞാൻ കൊണ്ടുവരാം. 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് നെടുമുടി വേണുവിനെ ഞാൻ കണ്ടുമുട്ടുന്നത്. അന്ന് തൊട്ട് ഇന്നോളം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. അതിനിടെ വേണു ഇന്ത്യൻ ചലച്ചിത്രവേദിയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി മാറി. മലയാളത്തിൻ്റെ അഭിമാനമായി. കലയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചുമൊക്കെ അഗാധമായ ആരോഗ്യകരമായ ധാരണകളുള്ള ഒരു വ്യക്തിയാണ് നെടുമുടി വേണു. മലയാള സാഹിത്യം ഐച്ഛികമായെടുത്ത് ബിരുദം നേടിയ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ വേണുവിനോട് ഒരു കാര്യമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്. CV രാമൻപിള്ളയുടെ കഥാപാത്രങ്ങളിൽ ഒരാളെ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചാൽ ആരെയായിരിക്കും വേണു തിരഞ്ഞെടുക്കുക? അതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്തായിരിക്കും? ചുള്ളിക്കാട്. അതായത് പെട്ടെന്ന് പറയാൻ പറ്റുന്നൊരു ഉത്തരവല്ല അത്. കാരണം CV കൂടെ ഒന്നുകൂടെ ഒന്ന് യാത്ര ചെയ്താലേ അത് പറയാൻ പറ്റുള്ളൂ. കാരണം അങ്ങനൊരു ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ CV വായിച്ചിട്ടില്ല. CV ഒരു വായനക്കാരെന്നുള്ളതല്ലാതെ ഈ പറഞ്ഞ പോലെ കഥാപാത്രത്തിൻ്റെ മനസ്സിലൂടെ പോയിട്ടില്ല. ബാലൻ ചുള്ളിക്കാടിന് ഞാൻ പത്രക്കാരനായിരിക്കുമ്പോൾ ഇവിടെ ഒരു സാഹിത്യ പരിഷത്ത് സമ്മേളനം ഉണ്ടായിരുന്നു. റിപ്പോർട്ട് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ കാണാൻ കുതിച്ച് ഒരുപാട് സാഹിത്യകാരന്മാർ നേരിട്ട് കാണുക, അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുക, അതിനെപ്പറ്റി എഴുതുക ഒക്കെയാണല്ലോ. അപ്പോൾ അക്കൂട്ടത്തിൽ പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിലൊരു സംവാദം ഉണ്ടായിരുന്നു. ഉറൂബ് ആണ് അതിൻ്റെ അധ്യക്ഷൻ. പ്രശ്നം അവതരിപ്പിക്കുന്നത് M. അച്യുതൻ. ഇപ്പുറത്ത് പുതിയ തലമുറ കാലിൽ കാറ്റി വെച്ച് കുറച്ച് പിള്ളേർ ബീഡിയൊക്കെ വലിച്ച് സ്റ്റേജിൽ. അപ്പോൾ എനിക്ക് തോന്നി ഇതിന് ഈ കാർന്നവന്മാരുടെ മുമ്പിലേക്ക് ഇരുന്ന് കാണിക്കണോ എന്ന് തോന്നി എനിക്ക്. അത് കഴിഞ്ഞ് M. അച്യുതൻ മാസ്റ്റർ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾക്ക് കടലാസില്ലേ, പേനയില്ലേ, പബ്ലിഷ് ചെയ്യാൻ പത്രങ്ങളില്ലേ, പിന്നെ എന്താണ് നിങ്ങൾക്ക് യുവതലമുറ നേരിടുന്ന പ്രശ്നം എന്താണ് ചോദിച്ചു. അപ്പം നമ്മൾ ഈ തലമുറയെ കാത്തിരിക്കുകയാണ്, ഇവരെന്താണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഓരോരുത്തർ വന്നിട്ട് വീഡിയോ കഴിച്ചിട്ട് ചവിട്ടിയൊക്കെ എടുത്തിട്ട് എനിക്ക് ദുഃഖമാണ്, അതാണ് എനിക്ക് പറയാനുള്ളത്, അത് പോയി. ഇങ്ങനെ വന്ന് ഫ്രോഡുകൾ മുഴുവൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എന്ന് പറഞ്ഞു, എൻ്റെ ചിന്തകൾ എനിക്ക് കവിതകളാക്കാൻ പറ്റുന്നില്ല, വാക്കുകളാക്കാൻ പറ്റുന്നില്ല, അതാണ് എൻ്റെ ദുഃഖം. പിന്നെ എൻ്റെ കവിതകൾ ഒരു പത്രാധിപരുടെയും തിരുത്തോടുകൂടി ഒരു മാസികയും പബ്ലിഷ് ചെയ്യണ്ട, പരസ്യപ്പെടുത്തണ്ട. മഹത്തായ ഒരു കവിതയും അങ്ങനെയല്ല ലോകം പറഞ്ഞിട്ടുള്ളത്. അത് കാതോരം പകർന്നാണ്. എൻ്റെ കവിത സത്യമാണെങ്കിൽ ഞാൻ മണ്ണിൽ കുഴിച്ചിട്ടാൽ അത് തീച്ചറുക മുളച്ച് കിളുത്തു വരും നാളെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇവനെ പിടിച്ചു. ഞാൻ പോയി പിടിച്ചു. എന്താ പേര്? എൻ്റെ പേര് ബാലൻ. അത് എൻ്റെ പേര് വേണു എന്നാണ്. എനിക്കറിയാം, ഞാൻ അവനവൻ കടമ്പ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതിങ്ങനല്ല ബാലൻ. ഒരു ഭയമില്ല, ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയമില്ലാത്ത, കാലച്ചെരുപ്പില്ല, ഒരു ഒറ്റമുണ്ടും ഷർട്ടും മാത്രമേ ഉള്ളൂ, സഞ്ചി പോലും ഇല്ല. അവിടുന്ന് ഞാൻ വിളിച്ച് ഹോട്ടലിൽ കൊണ്ടുപോയി ഈ മുണ്ടും ഷർട്ടൊക്കെ ഞാൻ തന്നെ കഴുകിയിട്ട് ഉണക്കി കട്ടിലടിച്ച് മടക്കി വെച്ച് അങ്ങനെ 3-4 ദിവസം എൻ്റെ കൂടെ താമസം. പിന്നെ തിരുവനന്തപുരത്ത് വീട്ടിൽ വരും. അങ്ങനെ ആണ് ബാലനായിട്ടുള്ള ബന്ധം. ഒരു കാലത്ത് ഈ പറഞ്ഞ പോലെ ചങ്ങമ്പഴയ്ക്ക് ശേഷം മലയാള കവിതാ ലോകത്ത് ഇത്രയും ബാലൻ്റെ കവിതകളൊക്കെ വേണുചേട്ടൻ കാണാതെ പഠിച്ചിട്ടില്ല. പക്ഷെ അത് ചൊല്ലുന്ന വലിയൊരു ശീലം ഉണ്ടായിരുന്നു. അയാളെ കൊണ്ട് ചൊല്ലിക്കുന്ന, അയാൾ ചൊല്ലുമ്പോഴുള്ള ശക്തി വേറെ കിട്ടത്തില്ല. ജോസഫ് സംഗീതത്തെ വലിയ പ്രാവീണ്യമൊന്നും ഇല്ലെങ്കിലും അയാൾ പറയുമ്പോഴുള്ള ഭാവം ഇവിടുന്ന് വരുന്ന ശബ്ദം, ഒരു ഭാവം വരും. ആ ഭാവം നമുക്ക് വായിച്ചാൽ കിട്ടത്തില്ല. വേണുചേട്ടൻ തുടങ്ങിയത് നാടകത്തിലാണ്. സിനിമയ്ക്ക് ഒരുമാതിരി പളവിളക്കങ്ങളൊക്കെ ഉണ്ട്. വേണുചേട്ടൻ തന്നെ പല സ്ഥലത്തും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നാടകമാണ് സത്യം. സിനിമ വിട്ട് നാടകത്തിലേക്ക് പോകും. സിനിമ വിട്ട് നാടകത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നാടകത്തെക്കുറിച്ച് അവഗണിച്ചതൊന്നുമില്ല. നമ്മളിപ്പോഴും ചെയ്തു. ഇപ്പോൾ ഒരു 2-3 വർഷം മുമ്പ് പിന്നെ ചെയ്തു, അവരും കടമ്പ ചെയ്തു.
കടമ്പ ചെയ്യാൻ അന്നത്തെ പ്രായമല്ല ഇപ്പം, ഒരുപാട് എനർജി വേണം. എനർജി വേണം. പക്ഷേ എന്തോ ദൈവാധീനം കൊണ്ട് അത് അത്ഭുതപ്പെടുന്ന കാര്യമാണ്. ഒരു 10-40 വർഷം പുറകോട്ട് ഇഷ്കുന്നൊരു പോക്കാണ് ഈ നാടകം ചെയ്യുമ്പോൾ. അത് ചെയ്യാൻ പറ്റി. അതൊന്നും പിന്നെ ഈ ഇത് കടമ്പയൊക്കെ നമ്മൾ 10-100 റിഹേഴ്സ് ചെയ്തിട്ടാണ് സ്റ്റേജ് ചെയ്യുന്നത്. അപ്പം അത്രയും ഒരു സാവകാശം ഇപ്പം കിട്ടുന്നില്ല എന്നുള്ള സത്യമാണ്. ഇപ്പം കുഞ്ചൻ നമ്പ്യാർ നേരത്തെ പറഞ്ഞതുപോലെ കാവാലം കുഞ്ചൻ നമ്പ്യാർ എഴുതിയപ്പോൾ അതിനകത്ത് പബ്ലിഷ് ചെയ്യുമ്പോൾ എഴുതിയിട്ടുണ്ട് നെടുമുടി വേണുവാണ് ഈ വേഷം ചെയ്യുന്നത്. പക്ഷെ അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല എനിക്ക്. എല്ലാം ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടിട്ട് അങ്ങോട്ട് അടുക്കാൻ പറ്റും. ബോംബെയിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷൂട്ടിങ് കഴിഞ്ഞ് നേരെ തിയേറ്ററിൽ പോയാൽ മതി, നേരെ തിയേറ്ററിൽ പോകാം. പല നടന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ താങ്കളവിടെ ഇരുത്തി വേണം ഒരു ദിവസം മുഴുവൻ നമുക്ക് സംസാരിക്കാം. എനിക്കെച്ചാൽ എന്താ പറയുക, നമ്മൾ തമ്പ് മുതൽ പാവാട വരെ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു സംഭാഷണം. ഇത്ര വേഗതയിൽ പോകണമായിരുന്നോണ്ട് എനിക്ക് തന്നെ ഒരു ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ഷോയ്ക്കും അതിൻ്റെ പരിമിതി. നമുക്ക് ഈ ഷോ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. പക്ഷെ താങ്കളുടെ എന്താ പറയണ്ട ഒരു മുദ്രയായിട്ടുള്ള ചില പാട്ടുകളിൽ 2 വരി ഒന്ന് നമുക്ക് പാടിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കും. കുമ്മാട്ടി അരവിന്ദൻ്റെ സിനിമ ഭയങ്കര രസമുള്ള സിനിമയായിരുന്നു, കുട്ടികൾക്കുള്ള സിനിമയാണ്. ഒരു കാലത്തിൻ്റെ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്, അതിലൊന്നാണിത്. ഓടിയോടിക്കളി ആനന്ദക്കുട്ടികളോ இந்த തകൃത മുല്ലൈ, ഓടിയോടിക്കളി ആനന്ദക്കുട്ടികളോ இந்த തകൃത മുല്ലൈ, ഒന്നാം കോട്ടയ്ക്ക് കാവലാൻ ഉറുമ്പുറുമ്പോ இந்த ഒന്നാം കോട്ടയ്ക്ക് കാവലാൻ ഉറുമ്പുറുമ്പോ இந்த പുന്നാര കോട്ട വിഴുങ്ങിയ കൂനുറുമ്പോ இந்த ഒന്നാം കോട്ടയ്ക്ക് കാവലിരുന്നിട്ട് പുന്നാര കോട്ട വിഴുങ്ങി കൂനുറുമ്പോ இந்த ഓടിയോടിക്കളി ആനന്ദക്കുട്ടികളോ இந்த ഓടിയോടിക്കളി ആനന്ദക്കുട്ടികളോ இந்த അമ്പിളി വളയത്തെ തൂങ്ങിന തൂങ്ങുറുമ്പോ இந்த അമ്പിളി വളയത്തെ തൂങ്ങിന തൂങ്ങുറുമ്പോ இந்த സൂര്യനെ ഊതിക്കെടുത്തണ കാറ്റുറുമ്പോ இந்த സൂര്യനെ ഊതിക്കെടുത്തണ കാറ്റുറുമ്പോ இந்த അമ്പിളി വളയത്തെ തൂങ്ങിക്കെട്ടന്നിട്ട് സൂര്യനെ ഊതിക്കെടുത്തണ കാറ്റുറുമ്പോ இந்த ഓടിയോടിക്കളി 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 ആനന്ദക്കുട്ടികളോ இந்த തകൃത മുല്ലൈ, ഓടിയോടിക്കളി ആനന്ദക്കുട്ടികളോ இந்த തകൃത മുല്ലൈ, തകൃത മുല്ലൈ, തകൃത മുല്ലൈ, തകൃത മുല്ലൈ. വലിയ വലിയ ഉയരങ്ങളിലേക്ക് വീണ്ടും വീണ്ടും വേണുചേട്ടൻ പ്രവേശിക്കണം. സഹനടനല്ല, മുഴുനടനായിട്ട് രാജ്യം അംഗീകരിക്കണം. താങ്കളുടെ മനസ്സിലുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ ആവിഷ്കരിക്കാനുള്ള ഭാഗ്യം വേണുചേട്ടന് വരണം. ഞങ്ങളുടെ ആശംസയാണ്, ആഗ്രഹമാണ്. ഈ ആഗ്രഹത്തോടു കൂടിയിട്ട് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം മനസ്സ് തുറന്ന് ചെലവഴിച്ച ശ്രീ നെടുമുടി വേണുവിന് എല്ലാവിധ ആശംസയും. വളരെ സന്തോഷം.